കൂട്ടുകാരെ, ഞാനിപ്പോ ഈ ഷിമോഗ നഗറിൽ നിന്ന് പാടാങ്കോലേക്ക് പോകുന്ന വഴിക്കാണ് കേട്ടോ. നല്ല അടിപൊളി ഏരിയയാണ്. റോഡൊക്കെ നോക്കി എന്നാ ഭംഗിയാ, നോക്കി നല്ല അടിപൊളി കയറ്റോ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ ഒരു പുതിയ ചാനലാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ടാകണം. എൻ്റെ ഈ ചാനലിലെ മറ്റൊരു പ്രധാന കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഈ കരിമാടിക്കുട്ടനാണ് കേട്ടോ. ഇനി എല്ലാ ദിവസവും നമ്മൾ ചെയ്യാൻ പോകുന്ന യാത്രകളെല്ലാം, ഇനി വരുന്ന കാഴ്ചകളെല്ലാം ഈ കരിമാടിക്കുട്ടൻ്റെ കൂടെ ആയിരിക്കും. ഫസ്റ്റ് ഗിയറിലിട്ട് തന്നെ പോകണം. ഇങ്ങോട്ട് വന്നപ്പോണ്ടല്ലോ, ഇവിടെ കുറേ കാട്ടുകോഴികളുണ്ടായിരുന്നു. കാട്ടുകോഴികൾ 6-7 ഉണ്ടായിരുന്നു. നല്ല അടിപൊളി വളവാണ്. റോഡിന് വീതി തീരെ കുറവാണ്. ഇടയ്ക്കും മുട്ടിന് ഓരോ വണ്ടികൾ വരും, അത്രേ ഉള്ളൂ. റോഡെന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഈ ഏരിയയിലെന്ന് പറഞ്ഞാൽ മുഴുവൻ തന്നെ ഭയങ്കര കയറ്റമാണ്. ഫസ്റ്റ് ഗിയറിലിട്ട് തന്നെ മുഴുവൻ സമയം പോകണം. അവിടെ സൂര്യപ്രകാശം അടിക്കുന്നതുകൊണ്ട് കണ്ണിലേക്കാണ്, അങ്ങോട്ട് വല്ലായിട്ട് സൂര്യനിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. 1.5 കിലോമീറ്ററോളം ദൂരം ആൾതാമസം ഒട്ടുമില്ല. ഈ ഒരു വഴി ഇങ്ങോട്ട് വലതുവശത്തോട്ട് കാണുന്ന റോഡിൽ കൂടെ പോയാലേ ചന്ദ്രക്കാമ്പാടേക്ക് എത്താവേ. മാവന്തോട് ചന്ദ്രക്കാമ്പാട നമ്മുടെ ഓട്ടോ സ്റ്റാൻഡൊക്കെ കിടക്കുന്ന മാവന്തോട്ടേക്ക് എത്താം. നമ്മുടെ സുഹൃത്തിൻ്റെ ഓട്ടോയാണ് പോയത്. ഇതിൽ വന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ പള്ളിയിൽ വരെ എനിക്കൊന്ന് പോകണം. ഇവിടുത്തെ വികാരിച്ചിൻ്റെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. വികാരിച്ചിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത് എന്തോ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്. അതൊരാൾക്ക് അയച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ ഇവിടേക്ക് പോവാടി. നീ അങ്ങോട്ടാ ശരിക്കോ? നമ്മുടെ കൂട്ടുകാരൻ്റെ മോളാ, പള്ളിക്കൂടത്തിലേക്ക് പോവുക. ഞാനിപ്പോൾ ഇടം വരെയുള്ളേ, ഇവിടെ ഇറങ്ങിക്കോട്ടോ. ടാറ്റാ. ഞങ്ങള് പൈസക്കരി വരെ ചെറിയൊരു ഓട്ടം പോലെ, പൈസക്കരി പള്ളിയിലോട്ടാണ്. ഇതിപ്പോൾ പാടാങ്കോലയാണ്. പാടാങ്കോല പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നത്.
ഇവിടെ കൊണ്ട് ഇറക്കിയേ. ഞാൻ തിരിച്ചു പോവുക. ഞാൻ വണ്ടി ഓടുന്നത് മാവന്തോട് സ്റ്റാൻഡിലാണ് കേട്ടോ. മാവന്തോട് സ്റ്റാൻഡിലേക്കാണ് ഇനി പോകുന്നത്. പ്ലാനിൽ ചെറിയൊരു മാറ്റം വരുത്തി കേട്ടോ. ഞാൻ ഭക്ഷണം കഴിച്ചില്ല, രാവിലെ ഒന്നും കഴിച്ചില്ല. ഇപ്പോൾ ഹോട്ടലിൽ പോയാൽ ഇതിൻ്റെ കഥയില്ല. അപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോകും. വീട്ടിലാണെങ്കിൽ നല്ല ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്നാണ് പറഞ്ഞത്. പോയി നോക്കാം. ഭക്ഷണം കഴിച്ചിട്ട് നേരെ സ്റ്റാൻഡിലോട്ട് പോകും. ഇത് അതിനുമ്പോഴേ നമ്മൾ ഇവിടുന്ന് നേരെ റൈറ്റ് എടുത്ത് പോകും മുകളിലോട്ട്. ഈ താഴെ തൊട്ടങ്ങ് മോളി വരെ ഭയങ്കര കയറ്റമാണേ. ഉള്ള സമയം ഫസ്റ്റ് ഗിയറിട്ട് തന്നെ പോകണം. എണ്ണ നന്നായിട്ട് തപ്പും. നമുക്കിവിടെ ശരിക്കും നിരന്ന പ്രദേശം വളരെ കുറവാണ്. റോഡിന് ഇച്ചിരി വീതിയും കുറവാണ്. ശ്രദ്ധിച്ച് പോയില് 8ന്റെ പണി കിട്ടും. അപ്പം സെക്കൻഡ് ഗിയറിലാണ് ഉള്ളത്. ഫസ്റ്റിലേക്ക് ഇടാൻ പോവാം. അരിമുട്ടി എടുത്തിട്ട് കയറി പോയല്ലോ. നമ്മുടെ ചെപ്പ ഇവിടെ കരിമാടി പൊളിയാണല്ലോ. എൻ്റെ വീഡിയോസൊക്കെ നന്നായിട്ട് എല്ലാവരും മുഴുവൻ കാണണം കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഓട്ടോക്കാരൻ, നാട്ടിൻപുറത്തെ ഒരു ഓട്ടോക്കാരൻ്റെ ലൈഫ്, ഡെയിലി ലൈഫ് എന്താണെന്ന് ശരിക്കും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇഷ്ടംപോലെ ആളുകൾ സവാരിക്ക് കയറും. അപ്പോൾ അവരോട് നമുക്ക് അവരുടെ ജീവിതാനുഭവങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ലൈഫ് എന്താണെന്ന് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും എൻ്റെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒക്കെ സഹായിക്കണേ. മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് വീഡിയോ കണ്ടോളൂ. താങ്ക് യു. വീട്ടിലെത്തി. ഉപ്മാവുണ്ട്, ഉപ്മാവ് കഴിക്കാൻ പോവാണേ. ഇത് കഴിച്ചിട്ട് വേണം നേരെ സ്റ്റാൻഡിലേക്ക് പോകാൻ. അടിപൊളി സാധനം, സൂപ്പർ ടേസ്റ്റ്. എൻ്റെ ഫേവറേറ്റ് എപ്പോഴും ഉപ്മാവാണ്. അതിന് ഇവരെല്ലാവരും എന്നെ കളിയാകും. ഇവർക്കാർക്കും ഉപ്മാവ് അത്ര ഇഷ്ടമില്ല. ഒരു ഉറുമ്പം കയറിയോ. എൻ്റെ സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയാ കേട്ടോ. നമുക്ക് വീട്ടിൽ നിന്ന് മാവന്തോട് സ്റ്റാൻഡിലേക്ക് 3 കിലോമീറ്റർ ഉണ്ട്. സ്റ്റാൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. നിർത്തിയാ പോരെ? ഹായ്, ഇതെന്റെ കൂട്ടുകാരനാണേ, ജോസൂട്ടി ചേട്ടനാ പറയുന്നത്. ഹലോ. അപ്പൊ എന്താ, ഞങ്ങൾ ഒന്നിച്ചാ പാട്ടൊക്കെ പാടാൻ പോന്നെ. അപ്പൊ ഞങ്ങൾ ഇനി വരുന്ന വ്ളോഗിലൊക്കെ നമ്മുടെ പാട്ടുകളൊക്കെ കാണാം. നേരത്തെ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഇഷ്ടംപോലെ ഞങ്ങളുടെ വീഡിയോസും ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ തന്നെയാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തോട്ട് ഇവിടുത്തെ പള്ളിയിൽ അറിയപ്പെടുന്ന ഗായകനായിരുന്നു. ശരിക്കും നല്ല കീബോർഡിസ്റ്റും ഗായകനും. നമ്മൾ കുറേ പണ്ട് മുതലേ ഞങ്ങള് ഓരോ പരിപാടിക്കൊക്കെ പോവായിരുന്നു. ഇപ്പോഴും പോകുന്നുണ്ട് കേട്ടോ. ഇപ്പൊ പിന്നെ പ്രോഗ്രാംസ് ഇപ്പം കുറവാണ്, തീരെ കുറവാണ്. ഇപ്പം പിന്നെ സുഹൃത്തുക്കളൊക്കെ പാട്ടുകാരല്ല, അവരൊക്കെ കൊണ്ടാണ് പാടുന്നത്. പണ്ടൊന്നും നിന്ന് നിൽക്കാൻ സമയം ഇല്ലായിരുന്നു. ഇങ്ങനെ പോകുന്നു. ഇതാണ് ഞങ്ങളുടെ ടൗണ് കേട്ടോ, മാവന്തോട്ട് ടൗണ്. ഒരു 10-14 ഓട്ടോറിക്ഷക്കാരുണ്ട് ഞങ്ങളെ. ഞങ്ങളിപ്പം നിലവിലിപ്പോൾ 2 ഉള്ളൂ. എല്ലാവരും ഓട്ടം പോയി. ഇന്നേതായാലും മഴയൊന്നുമില്ല, നല്ല ക്ലൈമറ്റാണേ. സ്റ്റാൻഡിൽ ഓട്ടോകളുടെ എണ്ണം കൂടി വരുന്നുണ്ടേ. എല്ലാം വൈകുന്നേരമൊക്കെ ആകുമ്പോഴേ എല്ലാം എത്തുള്ളൂ. ചെറിയൊരു ഓട്ടം പോവാണേ. ഒരു വാഗനാറ് വഴിക്ക് വിട്ടുപോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എണ്ണ തീർന്നു പോയി. അപ്പോൾ ഞാൻ പമ്പിൽ പോയിട്ട് കുറച്ച് എണ്ണയൊക്കെ എടുത്തിട്ട് കൊണ്ടേ കൊടുക്കാൻ പോവാ. മാവന്തോട് ആനയടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ആനയടി. ചെറിയ മഴയുടെ തുടക്കം കാണുന്നുണ്ട്. അപ്പം ഇത്ര നേരം നമുക്ക് നിരപ്പായിരുന്നു. ഇപ്പം പിന്നെ കയറ്റം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പിന്നെ ഈ ഏറ്റുപാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണിത്. ഏറ്റുപാറ വരെ നല്ല കയറ്റമാണ്.
കൊടുത്ത് തിരിച്ചു പോരുന്ന ഭാഗമാണേ. ഓ, അവിടെ പേയ്മെന്റ് കിട്ടാൻ പ്രയാസമായിരുന്നു. അവിടെ ആ പ്രദേശത്തെ നെറ്റ്വർക്ക് ഇല്ല. അപ്പൊ അവര് ഗൂഗിൾ പേ ചെയ്തതാണ്. ഗൂഗിൾ പേ ചെയ്ത് 10-15 മിനിറ്റ് നേരം സമയം വെറുതെ കളഞ്ഞു. പേയ്മെന്റ് ആയില്ല. പകരം വേറൊരു ഒരാൾ വൈകുന്നേരം എനിക്ക് എത്തിച്ചു തരാമെന്ന് പറഞ്ഞു പൈസ. ഇനിയിപ്പോ നേരെ സ്റ്റാൻഡിലേക്ക്. മൊത്തം വളവുകളും തിരിവുകളും മൊത്തമേ. ഈ പ്രദേശത്തിന്റെ വേറെ ഈ ഭാഗത്തൊക്കെ നേരത്തെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ കശുമാവൻ തോട്ടമായിരുന്നു. ഇപ്പം കശുമാവൻ തോട്ടങ്ങളൊന്നും കാണാനേ ഇല്ല. മൊത്തം റബ്ബറാണ്. റബ്ബർ മാത്രമേ ഉള്ളൂ. ഈ ഭാഗം കുറച്ച് നിരപ്പായ സ്ഥലമാണേ. ഈ റോഡിന്റെ വലതുവശത്ത് ചന്ദനക്കാമ്പാറ പുഴയാണ്. ആ മാത്രമേ ഉള്ളൂ ഇപ്പൊ സ്റ്റാൻഡില്. എല്ലാരും ചോറിനാനൊക്കെ പോയേക്കാന്ന് തോന്നുന്നു. ഒരു ഓട്ടം വന്നിട്ടുണ്ടേ ഹോട്ടലിലേക്കാണ്. ഹോട്ടലുകാരുടെ ഓട്ടം എവിടെയോ സാധനം കൊണ്ട് കൊടുക്കാൻ വേണ്ടാന്ന് തോന്നുന്നു. എനിക്ക് ചായ കാപ്പി ചുക്കാപ്പി മുട്ട ഓംപ്ലേറ്റ്. ആർക്കും എനിക്കാ മൊത്തം. ഇത് എവിടെ ലോങ് ഓട്ടമാണ്. എവിടെയാ? ഗവൺമെന്റ് ആശുപത്രി. അങ്ങനെ കുഴപ്പമില്ല. ഇത് നമുക്ക് മുതലാവുന്ന ഓട്ടമാ. അപ്പം അവരുടെ അടുത്ത് പതുക്കെ ഇരിക്കാം അല്ലേ? അവിടെ മരുങ്ങിന് അവിടെ പതുക്കെ ഇരുന്ന് കൊടുക്കാം. ചിലപ്പോൾ ചായ മുട്ടകൾ തന്നാലോ. ചായയും പഴംപൊരി ഉണ്ടാക്കാൻ സുഖം. അതേ ഉള്ളൂ. അപ്പൊ നമുക്ക് നേരെ ഗവൺമെന്റ് ആശുപത്രി വരെ ഒന്ന് പോകാം. തൊട്ടടുത്താ മതി. വളരെ വളരെ അടുത്ത്. ഇവിടെ നമുക്ക് ലെഫ്റ്റിലേക്ക് നേരെ മുകളിലോട്ട് കയറി അങ്ങ് പോകണം. പഞ്ചായത്തിന്റെ വണ്ടിയാ. ഇവർക്ക് കുടിക്കാനുള്ള ചായയാന്ന് തോന്നുന്നു. ഇത് നോക്കാം. കടിയെല്ലാം കൊണ്ടേ കൊടുത്തേ. നമുക്കൊരു സാധനവും ഇല്ല. വിട്ടു പൊക്കോളാൻ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരെല്ലാം കൂടെ വന്നിട്ടുണ്ട്. ഇവിടെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ എന്തോ അവിടെ റിവ്യൂയോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചു പോയേക്കാം. അടിപൊളി. ആരാ ഇപ്പം പ്രസവിക്കാൻ പോകുന്നേ? എൻ്റെ ദൈവമേ, പ്രസവിക്കാൻ പോകുന്ന ചേച്ചിയാ കാണുന്നത്. പറ്റും. എന്നാ കുഴപ്പമില്ല. ബാക്കിയുള്ളവർക്കും പ്രസവിക്കാൻ കാണും, നമുക്ക് പ്രസവിക്കാൻ പ്രശ്നമല്ലേ? ഞാനേ ചായ കുടിക്കാൻ വേണ്ടി വന്നാ. ഒരു ബസ് വന്നിട്ടുണ്ടല്ലോ. അങ്ങോട്ട് പോന്നാ പോരായിരുന്നോ? അവിടെ മരുന്നിന്റെ പരിപാടിയിലെ നിന്ന് പറഞ്ഞു. അടച്ചു എല്ലാ അവരിലിപ്പോൾ മീറ്റിങ്ങിന് പഴംപൊരി വന്നുകൊണ്ട് അത് തിന്നാൻ വേണ്ടി ഇരിപ്പുണ്ടല്ല. ഡോക്ടർമാരെല്ലാം പഴംപൊരി തിന്നാൻ ആണോ? മുട്ടനാട്ടിന്റെ ചോരയാ ഡെയിലി കഴിക്കുന്നത്. ആട്ടിൻ സൂപ്പും അല്ല പിന്നെ ഡെയിലി മുട്ടനാട്ടിന്റെ ചോര അവിടെ കൊടുക്കുന്ന ഗ്ലാമറാ ഇപ്പൊ. ചേച്ചി ഒന്ന് പൈസക്കിരി വരാൻ പോവാണേ. ഇപ്പൊ രാവിലെ സിസ്റ്റേഴ്സിനെയും ചേച്ചിമാരെയും കൊണ്ടേ വിട്ടായിരുന്നേ. സിസ്റ്റേഴ്സ് അല്ല, സിസ്റ്ററിനെയും ചേച്ചിമാരെ അവിടെ കൊണ്ടുവിട്ടു. അപ്പൊ അവരിപ്പം തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അവരെ കൊണ്ട് പഴാങ്ങോല കൊണ്ടേ വിടണം. ഇവിടുന്ന് പൈസക്കിരിക്കുള്ള റോഡ് നല്ല സൂപ്പർ റോഡാണ്. നമ്മുടെ ഒരു കൂട്ടുകാരന്റെ ഓട്ടോയാ മുമ്പിൽ പോകുന്ന കേട്ടോ. പുറകെ എഴുതി വെച്ചേക്കുന്നുണ്ടോ ചിന്നാടന്റെ കാലാപ്പാലി.
കുറെ നേരമായി കഴിഞ്ഞിട്ട് കഞ്ഞിവെല്ലാം കുടിച്ചോ? ഓ, ഇഷ്ടംപോലെ സമ്മാനമൊക്കെ ഉണ്ടല്ലോ. കലാപരിപാടി ഉണ്ടായിരുന്നോ? കലാപരിപാടി ഉണ്ടായിരുന്നോ? നിങ്ങൾ പുലികളല്ലേ? ഡോറടച്ചോടോ? ചെറിയ സ്റ്റെപ്പോ നിങ്ങളുടെയാ? 4 പേര് മാത്രം. സിസ്റ്ററിനെ കൂട്ടിയില്ല? ഭക്ഷണം ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? ഞാൻ പഴംപൊരി 2 പഴംപൊരിയും ചായയും. ചേച്ചിമാരെ സിസ്റ്റേഴ്സിനെ എല്ലാം കൊണ്ടേ വിട്ടേ. അപ്പൊ ഞാൻ തിരിച്ചു പോവുകയാണ്. മുമ്പിലുള്ള മല നോക്കി, എന്നാ ഭംഗിയാ നോക്കി. ഇപ്പൊ ഞാൻ രാവിലെ ഒരു 2-3 ചേട്ടന്മാരെ അങ്ങ് കൊണ്ട് മലയ്ക്ക് കൊണ്ട് വിട്ടിട്ടുണ്ടായിരുന്നേ, മരം മുറിക്കാൻ വേണ്ടിയിട്ടേ. അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പോവാം. ഇവിടുത്തെ റോഡുകളൊക്കെ എന്നാ അടിപൊളിയല്ലേ. നമ്മളിങ്ങനെ ഹൈ റേഞ്ച് ഏരിയ ആയതുകൊണ്ടേ കാണാൻ നല്ല ഭംഗിയാണ്. സൂര്യാസ്തമയ സമയമാണേ. ആ ഭാഗത്ത് ആകാശം നല്ല ഭംഗിയല്ലേ. ഇവിടെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. മലയുടെ അങ്ങേ അറ്റത്ത് എത്തിയ ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് നല്ല ഇറക്കമാണ്. ഇവിടുത്തെ സീനറി ഒക്കെ നോക്കി. ആ മലയുടെ അങ്ങ് മുകളിലെത്തിയ ഇതിന്റെ അങ്ങ് താഴെയാണ് ചന്ദനക്കാമ്പാറ കേട്ടോ. ചന്ദനക്കാമ്പാറ അതിൽ മാവന്തോടുന്ന ഒരു സ്ഥലത്താണ് ഞാൻ എൻ്റെ വണ്ടിയിട്ട് ഓടുന്നത്. എന്നാ വളമാണോ. അങ്ങനെ ഈ ഭാഗത്താണ് അവര് വരിക കേട്ടോ. മിക്കവാറും ഇവിടെ പണിക്കാറുണ്ടാവും. നോക്കാം നമുക്ക്. അതേപോലെ ടീമുകളെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. അവരെ കൂട്ടിയിട്ട് വേണം നമുക്ക് പോകാൻ. വാ ബിജു, നാളെ ഉണ്ടോ? കഴിഞ്ഞോ? ആ, നാളെ ഞായറാഴ്ച, തിങ്കളാഴ്ച ഉള്ളല്ലേ. ഇതെല്ലാം നമ്മുടെ കമ്പനികളാട്ടോ. അവിടുന്ന് താഴെ സൂര്യപ്രകാശം അടിക്കുന്നുണ്ട്. ഇവിടെ മുഖം കാണൂല. പോകുന്ന വഴി കാണാം. അവനെവിടെ പോയി? ആ, വരുന്നുണ്ടോ? പോയിരുന്നോ? ഓ, ഞാനിവിടുത്തെ ആധാരടക്കി നോക്കിയോട്ടപ്പോ ഞാൻ പോലെ ക്ലിയർ ആയി. ഇവ നടന്നു പറഞ്ഞിട്ട് വന്നേനല്ലേ? ഞാൻ നടക്കുന്നില്ല. നമുക്ക് ആ മേലെ കൂടെ പോയിട്ട് ആ ബസ് സ്റ്റോപ്പ്. ആ, അതാ നമുക്ക് എളുപ്പം അല്ലേ? ഞാനിപ്പോ മറ്റേ കോൺഗ്രസ് വഴിക്ക് രാജോട്ട് രാവിലെ രാവിലെ വളവും നല്ല അടിപൊളി കേട്ടോ. പുതിയൊരു റോഡിലൂടെ പോവുകയാണേ. റോഡ് പഴയതാണ്. മാടാങ്കവലയിൽ നിന്ന് കുന്നത്തൂർ പാടി കുന്നത്തൂർക്ക് പയ്യാവൂരൊക്കെ പോകുന്ന വഴിയാണിത്. ബസ് പോകുന്ന വഴിയാണ്. നമ്മുടെ ഈ റോഡിന്റെ മോൾ ഭാഗമൊക്കെ ഫോറസ്റ്റ് ആണ്. ആ, നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് തീരെ മോശമാണ്. നിങ്ങൾ തീരെ മോശമാണെന്ന് അതിടും. ആ, അതെ. രാജോട്ട് ഫേസ്ബുക്കിനകത്ത് ഈ റോഡ് റിപ്പയർ ചെയ്യേണ്ട സമയമല്ലടാ. ഇവിടെ ഇറങ്ങണോ? ഈ സ്റ്റോപ്പിൽ. ഓക്കെ സുരേഷ്, അപ്പൊ ശരിടാ.
ഓക്കെ ബൈ ബൈ. അപ്പൊ തിങ്കളാഴ്ച ഉണ്ടാവും അല്ലേ? ഇവിടെ പറഞ്ഞ താഴെ പറഞ്ഞോ? ഇവിടെ പറഞ്ഞ താഴെ പറഞ്ഞോ? താഴെ അല്ലേ? കയറി വരെ അവിടെ തന്നെ സുഖം. ഓക്കെ. ഇവിടെ റോഡിന് കുറച്ച് വീതി പ്രശ്നമുണ്ടേ, തിരിക്കാനൊക്കെ വെച്ച പ്രയാസം. തിരിച്ച് നേരെ സ്റ്റാൻഡിലേക്ക്. ഇവിടുന്ന് ഇപ്പം നേരെ ചെല്ലുന്നത് പാടാങ്കാവിലെ ടൗണിലേക്കാണ്. അങ്ങനെ 2-3 കടയേ ഉള്ളൂ. നേരെ നോക്കുമ്പോൾ ഇവിടുത്തെ പള്ളിയെല്ലാം കാണാം നേരിട്ട്. ഇവിടെ ഫോറസ്റ്റ് ഓഫീസേഴ്സിനോട്ടുള്ള ക്വാർട്ടേഴ്സിന്റെ പണിയാണ് കാണുന്നത്. ആളുകളെല്ലാം കുറവാണ്. ഒരു പള്ളിയും 2 കടകളും മാത്രമേ ഉള്ളൂ. ഈ വഴിക്ക് നമ്മൾ രാവിലെയും വന്നതാണ്. നമ്മുടെ സ്റ്റാൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഓട്ടോയൊക്കെ ഉണ്ട്, അതിലൊട്ടും ഇല്ലാത്തുണ്ട്. ഇപ്പോൾ ഒരു ഓട്ടോ പോയിട്ടുണ്ട്, അവിടെ നമുക്ക് വണ്ടി മുമ്പോട്ട് കയറ്റി വെക്കാം. ഇപ്പം ഇനി സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയാണേ. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒട്ടും ക്ലിയർ ഉണ്ടാവില്ല, ഒന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും ഒന്ന് എൻ്റെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.